ഋതുപർണ ഘോഷ് എന്ന പ്രസിദ്ധ ഇന്ത്യൻ സംവിധായകൻ്റെ ഞാൻ ആദ്യമായി കാണുന്ന ചിത്രമാണിത്. ഒരു ബാംഗ്ല സിനിമയാണ്. വാട്ട് ടു സേ, ഇറ്റ് ടച്ച്ഡ് മീ ഡീപ്ലി ടു ദ കോർ. മനുഷ്യ മനസ്സിൻ്റെ അഗാധതയിൽ നിന്ന് ഉടലെടുക്കുന്ന വികാരങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസ്, ഇതിനെയൊക്കെ സാധാരണ കണ്ണുകൾ കൊണ്ട് അപഗ്രഥിക്കാൻ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ചിത്രം. ഞാൻ ഷാലറ്റ് ജമ്മി. എൻ്റെ കഥാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇമോഷൻസ് നമ്മുടേത് മാത്രമാണ്. ഇനി കഥയിലേക്ക് കടക്കാം. രാധിക മിത്ര പ്രമുഖ കവി ഇന്ദ്രനീൽ മിത്രയുടെ ഭാര്യയാണ്. രാധിക എന്ന സ്ത്രീയുടെ ഭാര്യയുടെ ആത്മസംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു ചിത്രമാണ് ശോഭ് ചരിത്രോ കാൽപ്പനിക്, വിച്ച് ഈസ് ട്രാൻസ്ലേറ്റഡ് ആസ് ഓൾ തിങ്സ് ആർ ഇമാജിനറി. അങ്ങനെയാണോ അതിൻ്റെ ബാംഗ്ല പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല. എന്നാലും ഇന്ദ്രനീലിനെ പോലെ രാധികയ്ക്കും വാക്കുകളുടെ വഴിയെ പോകാൻ ഇഷ്ടമായിരുന്നു. കവിതകൾ ചെറുതായി എഴുതുകയും ചെയ്യുമായിരുന്നു. എന്നാൽ വിവാഹത്തിന് ശേഷം, സിൻസ് ഇന്ദ്രനീൽ ഇസ് ലോസ്റ്റ് ഇൻ വേർഡ്സ്, രാധിക വീട് നോക്കുന്നതിനായി ജോലി നോക്കുകയും ആൻഡ് സൂൺ ഷീ ഈസ് ലോസ്റ്റ് ഇൻ ദ മ്യൂണ്ടെയിൻ തിങ്സ് ഓഫ് ലൈഫ്. പലപ്പോഴും ഉള്ള ജോലിക്ക് പോകാതെ ഒരു വീട് നടത്തിപ്പിൻ്റെ ഭാരമേൽക്കാതെയുമാണ് ഇന്ദ്രനീൽ തൻ്റെ ക്രിയേറ്റീവ് പെർസ്യൂട്ട്സിന് പുറകെ പോകുന്നത്. പലപ്പോഴും അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ഇതൊരു വിലങ്ങുതടിയായി മാറുകയും ചെയ്യുന്നു. ഇന്ദ്രനീലിന് തൻ്റെ ഉത്തരവാദിത്തങ്ങളോടുള്ള വൈമുഖ്യം ക്രമേണ രാധികയ്ക്ക് ഒരു ഭാരമായി തീരുകയും ചെയ്യുന്നു. ഏതോ ഒരു പരിപാടിക്ക് ശേഷം വീട്ടിലെത്തുന്ന ഇന്ദ്രനീൽ പനിച്ചു വിറച്ച് കിടക്കുന്ന ഭാര്യയുടെ കാര്യം ഡോക്ടറെ വിളിച്ച് പറയുന്നതിനായി ഫോൺ എടുക്കുകയും എന്നാൽ ആ കാര്യം അപ്പോൾ തന്നെ മറന്നുപോവുകയും എന്നിട്ട് തൻ്റെ ഒരു സുഹൃത്തിന് ഫോൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അതിനോടൊപ്പം തൻ്റെ ഭാര്യയുടെ അമ്മയ്ക്ക് ഉണ്ടായ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് രാധികയോട് പറയാൻ മറന്നു പോകുന്നതൊക്കെ വേണമെങ്കിൽ ഇന്ദ്രനീലിന് അവരുടെ ബന്ധത്തിനോടുള്ള പരിഗണനയില്ലായ്മയായി ചൂണ്ടിക്കാണിക്കാമെങ്കിലും ഒരിടത്തും ഇന്ദ്രനീലിന് രാധികയോട് സ്നേഹമില്ലായ്മ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരിടത്തും നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്നാൽ പരിഗണനയില്ലായ്മ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നതായി കാണുകയും ചെയ്യുന്നു. ഇതൊരു വിരോധാഭാസം തന്നെയാണ്. എന്നാൽ ഈ ഒരു പരിഗണനയില്ലായ്മ തന്നെയായിരിക്കും രാധികയെ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ശേഖറിലേക്ക് അടുപ്പിച്ചതും. എന്നാൽ ശേഖറിനുമുണ്ട് ചില പ്രത്യേകതകൾ. ആവശ്യ സമയത്ത് രാധികയ്ക്ക് ഒരു താങ്ങും തണലായി നിൽക്കുന്നു എന്നുള്ളത് ശരി തന്നെ. അതിനോടൊപ്പം ഇന്ദ്രനീലിൻ്റെ ഒരു കടുത്ത ആരാധകനുമായിരുന്നു ശേഖർ. അയാളൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. ജോലിയുടെ ഭാഗമായി രാധികയും ശേഖറും തനിച്ചുള്ള യാത്രകൾ ചെയ്യുക പതിവായിരുന്നു. അത്തരം യാത്രകളെക്കുറിച്ച് ഇന്ദ്രനീലിനും അറിവുണ്ടായിരുന്നു. അത്തരം യാത്രകളിലെ അവരുടെ സംഭാഷണങ്ങളിലെ പ്രധാന വിഷയവും ഇന്ദ്രനീലും രാധികയുമായിരുന്നു. എന്നാൽ ആ സംഭാഷണത്തിലുടനീളം അതിൽ ഇന്ദ്രനീലും രാധികയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് അയവ് വന്നിരുന്നോ എന്ന് പോലും വ്യക്തമായി പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വീടിൻ്റെ ഭാരം പേറി നിൽക്കുന്ന സമയത്താണ് ഇന്ദ്രനീൽ രാജിവെച്ച കാര്യം രാധിക അറിയുന്നത്. അത് രാധികയെ കുറച്ചൊന്നും അല്ല വിഷമിപ്പിച്ചത്. വീട് നടത്തിപ്പ് തന്നെ തകരാറായി നിൽക്കുന്ന അവസ്ഥയ്ക്കിടെയാണ് ഇന്ദ്രനീൽ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത്. ആ ഇടയ്ക്കാണ് ഇന്ദ്രനീലിന് വലിയൊരു അവാർഡ് ലഭിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന തുകയെക്കുറിച്ച് പറഞ്ഞ് രാധികയെ അയാൾ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഹി ഫെയിൽഡ് ഇൻ ഇറ്റ് മിസറബിളി. സ്നേഹവും പരിഗണനയില്ലായ്മയും തമ്മിൽ തുലനം ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പരിഗണനയില്ലായ്മയാണ് ഒരാളുടെ ആത്മാഭിമാനത്തെ തകർക്കാൻ പറ്റുന്ന ഒരു വലിയ സംഭവം എന്നെനിക്ക് തോന്നുന്നു. രാധിക ഒരുപക്ഷെ കടന്നുപോയതും അതിലൂടെയായിരിക്കാം. അത്തരത്തിലുള്ള ഒരവസ്ഥയുടെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്താൻ രാധിക ആഗ്രഹിച്ചില്ല. ജോലിക്ക് പോകുന്ന, വീട് നോക്കുന്ന, അധികം ലോകപരിചയമില്ലാത്ത ഒരു സാധാരണ സ്ത്രീയായി രാധികയെ കാണാൻ സാധിക്കില്ല. ബംഗാളിന് വെളിയിലാണ് അവർ ജീവിച്ച് വളർന്നത്.
അവരൊരു ഹൈലി എഡ്യൂക്കേറ്റഡ് സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിനോട് വ്യക്തമായ കാഴ്ചപ്പാടുകളും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ദ്രനീലിൻ്റെ അവഗണന താൻ അർഹിക്കുന്നില്ല എന്നും അതുകൊണ്ട് ആ ബന്ധത്തിൽ നിന്നുള്ളൊരു മോചനത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതും. മാത്രമല്ല ചിന്തിക്കുക മാത്രമല്ല, തൻ്റെ മനസ്സിലെ അതിനെക്കുറിച്ചുള്ള ആത്മസംഘർഷങ്ങൾ ശേഖറുമായി പങ്കുവെക്കുകയും ചെയ്യുന്നത്. തൻ്റെ അമ്മയ്ക്കുണ്ടായ അസുഖം രാധികയോട് പറയാൻ മറന്നുപോയ വേളയിലാണ് വളരെ ദേഷ്യത്തോടും വിഷമത്തോടും കൂടി രാധിക അവരുടെ അമ്മയുടെ അടുത്തേക്ക് സ്വന്തം വീട്ടിലേക്ക് യാത്രയാകുന്നത്. അവരോടൊപ്പം ശേഖറും കൂട്ടനായി പോകുന്നു. അങ്ങനെ ഇന്നത്തേതും പോലെ അവരുടെ സംഭാഷണത്തിലേക്ക് നീലും രാധികയും തമ്മിലുള്ള ആ ബന്ധം കടന്നു വരുന്നു. അന്നേരം ശേഖർ രാധികയോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഡു യു ലവ് ഹിം എന്ന്. അതിനവരപ്പോൾ മറുപടി പറയുന്നത് ഐ ഡോണ്ട് നോ എന്നാണ്. അങ്ങനെ ആ സംഭാഷണം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവർക്കൊരു മെസ്സേജ് കിട്ടുന്നു. അതായത് ഇന്ദ്രനീൽ സ്ട്രോക്ക് വന്ന് മരിച്ചുപോയി എന്നുള്ളതായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ തുടക്കം തന്നെ ഇന്ദ്രനീൽ മരിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് തൻ്റെ ഓർമ്മകളിലൂടെ കടന്നു പോകുന്ന രാധികയിലൂടെയാണ് നമുക്ക് ഈ ചിത്രത്തിൻ്റെ പൂർണ്ണ രൂപം ലഭിക്കുന്നത്. രാധിക തിരിച്ച് തൻ്റെ വീട്ടിലെത്തുകയും ഭർത്താവിനെ കിടത്തിയിരുന്ന മുറിയിൽ നിന്ന് എല്ലാവരോടും പുറത്തു പോകാൻ അവർ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അവർ മാത്രമുള്ള നിമിഷത്തിൽ രാധിക പറയുന്നു, ഐ wanted to leave you, Neil, but I did not want you to leave me, not this way. ഈ സിനിമയിൽ മനസ്സിൽ തട്ടുന്ന ഒട്ടനവധി സംഭാഷണങ്ങളുണ്ടെങ്കിലും എൻ്റെ മനസ്സിനെ ഉലച്ചത് ഈ ഡയലോഗായിരുന്നു. ശേഖർ ആദ്യം ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, അതായത് ഡു യു ലവ് ഹിം. ഈ വരികൾ ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഇന്ദ്രനീൽ റായ് എന്ന് വിളിക്കുന്ന രാധികയ്ക്ക് ഒരിക്കലും നീലിനെ മനസ്സിൽ നിന്ന് അടർത്തിയെടുത്ത് ഒരു ജീവിതം സാധ്യമാകില്ല എന്ന്. പിന്നീട് അങ്ങോട്ട് കാണുന്നത് ഇന്ദ്രനീലിൻ്റെ ഓർമ്മകളെ അവരറിയാതെ തന്നെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു രാധികയാണ്. താൻ അങ്ങനെ ആ ഓർമ്മകളെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് രാധികയ്ക്ക് പോലും അറിവില്ലായിരുന്നു. ഒരു വീട് ഏറ്റെടുത്ത് നടത്തേണ്ട ബാധ്യതയിൽപ്പെട്ട് ഉഴറുന്ന രാധികയ്ക്ക് സ്വന്തം വാക്കുകളുടെ പുറകെയോ അല്ലെങ്കിൽ നീലിൻ്റെ വാക്കുകൾക്ക് പുറകെയോ പോകാൻ നേരമില്ലാത്തത് കൊണ്ട് തന്നെ നീൽ ജീവിച്ചിരിക്കെ അവരറിയാതെ പോയത് അവർ തന്നെയായിരുന്നു നീലിൻ്റെ കവിതകൾക്ക് പുറകിലെ പ്രചോദനമെന്ന്. അതുമാത്രമല്ല, രാധിക വെറുതെ കുറിച്ചിട്ട വരികളിൽ നിന്നുപോലും കവിതയുണ്ടാക്കിയ നീലിനെക്കുറിച്ച് ശേഖറിനോട് പറയുമ്പോൾ ശേഖർ രാധികയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. രാധിക ആ കുറിച്ചിട്ട വരികൾ നീലിനെക്കുറിച്ചാണെന്നും ഒരാളെ ആഴത്തിൽ സ്നേഹിക്കാതെ അങ്ങനെയൊരു കവിതയുണ്ടാകില്ലെന്നുമാണ്. വാട്ട് ടു ഡു വെൻ ഹാർട്ട് റൂൾസ് ദ ഹെഡ്, ദിസ് ഹാപ്പൻസ്. ഹാർട്ട് ഫോളോസ് നോ ലോജിക്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ബിപാഷ ബാസുവിൻ്റെ ഏറ്റവും നല്ല ഒരു സിനിമയാണ് ഇത്. ഇതിൽ കൂടുതൽ ഒരു റിവ്യൂവിന് ഞാൻ മുതിരുന്നില്ല. കാരണം ഋതുപർണ ഘോഷിൻ്റെ ആദ്യത്തെ സിനിമയാണിത്. അതായത് ഋതുപർണ ഘോഷിൻ്റെ അല്ല, ഞാൻ കാണുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ റിവ്യൂ ഒരു ജസ്റ്റിസ് ഈ സിനിമയോട് ചെയ്തിട്ടില്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാതെ ഞാൻ ഈ റിവ്യൂ ഇവിടെ നിർത്തുകയാണ്.